അപ്പോൾ തിരിച്ച് നമ്മൾ ഹോസ്റ്റലിലെത്തി. എന്നെ ഹോസ്റ്റലിലാക്കിയിട്ട് ശ്രീ പോയത് കേട്ടോ. ശ്രീ നാളെ രാവിലെ പോവുകയാണ്, തിരിച്ച് കുവൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ പാവം അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി. അയ്യോ, ഇന്നും കൂടി കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്യണം. ഒരു വർഷം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മാരേജാണ് കേട്ടോ. അയ്യോ, അങ്ങനെ ആ ഒരു വർഷം 3 വർഷം എങ്ങനെയെങ്കിലുമൊക്കെ പോയി. ആ ഒരു വർഷം അങ്ങനെ ഞങ്ങളുടെ റൂമിലെത്താൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ റൂമെത്തി. അപ്പോൾ ഡ്രസ്സ് നമുക്ക് മുകളിൽ ടെറസിൽ കൊണ്ടിടാൻ കേട്ടോ. കുറച്ച് വെയിൽ എത്തിക്കോട്ടെ. അങ്ങനെ ഞാൻ ടെറസിലേക്ക് പോവുകയാണ് ഗൈസ്. ഭയങ്കര ഇനി ഫുഡ് കഴിക്കണം. പിന്നെ ഇന്നത്തെ ക്ലീനിങ് ഞാനാണ് കേട്ടോ. അപ്പോൾ റൂം വൃത്തിയാക്കണം. പിന്നെ ഫുഡ് കഴിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. പിന്നെ എന്താ, പിന്നെ വൈകുന്നേരം ചിലപ്പോൾ ശ്രീ വരും. എനിക്കറിഞ്ഞൂടെ, വരാൻ പറ്റുമെങ്കിൽ വരും. എങ്കിൽ ഒന്നും കൂടെ ഒന്ന് കാണാൻ പറ്റും. അയ്യോ, ഇനി കുറച്ച് എഡിറ്റിങ്ങും അങ്ങനെയുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഈ ഒരു സ്റ്റെപ്പിലാണ് കേട്ടോ വന്നിരിക്കാറുള്ളത്. എഡിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും ഫോൺ ചെയ്യാനായിട്ടാണെങ്കിലും ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. അങ്ങനെ ഞാൻ ഇവിടെയാണ് കേട്ടോ കൂടുതലും വന്നിരിക്കാറുള്ളത്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. വരൂ. ഒന്നും കാണത്തില്ല. എല്ലാവരും അങ്ങോട്ട് എണീച്ച് വാ. അപ്പോൾ നമുക്കിനി ചോറ് കഴിക്കാം. ചോറ് ഹോസ്റ്റൽ ഫുഡാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഓഹോ, വലിയ കുഴപ്പമൊന്നും. ഇനി നമുക്ക് ചോറൊക്കെ കഴിക്കാം. ഇനി വേണം ഗൈസ് എനിക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. ക്ലീൻ ചെയ്യാൻ തുണി കഴുകിയില്ല, ഒന്നും നടന്നില്ല. പ്ലേറ്റ് എടുത്തോണ്ട് പോവാ ഉച്ചേ. എനിക്ക് അച്ചാറ് തന്നാ, ഞാൻ മേടിച്ചില്ല. ബാക്കിലെല്ലാം ഞാൻ വലിച്ചു വാരി ഇട്ടേക്കുള്ളൂ. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇത്രയും വൃത്തിയാക്കാതെ. എനിക്കിതാ കഞ്ഞിയാണ്, ചോറ് ഇതാ എടുക്കാതെ ചോറ്. ഇത് ബാക്കിലുള്ളതൊന്നും നോക്കണ്ട, അതൊന്നും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. ഇതൊക്കെ ഇനിയൊന്നും വീഡിയോ കണ്ടിന്യൂ. അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. ഇനി പുറത്ത് പോകണം. എനിക്ക് സത്യം പറഞ്ഞാൽ വിശക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ആവുന്ന ടൈമിൽ സൺഡേ ഒക്കെ നമുക്ക് കുറച്ച് കറികളൊക്കെ കാണുമല്ലേ. അപ്പോൾ പക്ഷെ ഇന്നിവിടെ സാമ്പാറും തോരനും ഒക്കെ. എനിക്കത്ര മല്ലിയില ഇടുന്ന ഫുഡൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ സാമ്പാറിലെന്തോ മല്ലിയില എന്തോ ഇട്ടിട്ടുണ്ട്, അതെനിക്കത്ര പിടിച്ചില്ല. അപ്പോൾ എനിക്ക് സത്യമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കണുണ്ട്. അപ്പോൾ പുറത്ത് പോയിട്ട് ചായ കുടിക്കാനായിട്ട് ഇവിടെ അടുത്ത് മാനവീയം തന്നെയാണ് ഞങ്ങൾ കൂടുതലും പോവാറ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വിചാരിക്കുന്നു. വിശന്നു പോയി, അതുകൊണ്ടാണ് വെള്ളമൊക്കെ കുടിക്കുന്നത്. ഇനി നമുക്ക് റെഡി ആവണം. അപ്പോൾ ഹൈമ കുളിക്കുകയാണ്. എന്നിട്ട് അവളും കൂടെ വന്നിട്ട് റെഡിയായി നമ്മൾ ചായ കുടിക്കാൻ പോകും. ഇപ്പോൾ വൈകുന്നേരമായി, ഏതാണ്ട് 5:45 കഴിഞ്ഞു. പിന്നെ എനിക്ക് ഹോസ്റ്റലിൽ വന്നിട്ട് കുറച്ച് ഇഷ്ടം എന്ന് തോന്നുന്നത് ഇവിടുത്തെ ടെറസാണ് കേട്ടോ. നൈറ്റ് വന്ന് നിൽക്കാനായിട്ട് നല്ല രസമാണ്, നല്ല കാറ്റായിരിക്കും, പിന്നെ നല്ല വ്യൂ ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടം
ഉള്ളത് എന്ന് പറയുന്നത് ഇവിടുത്തെ ടെറസാണ് കേട്ടോ. ഇവിടെ മൊത്തം ഫ്ലാറ്റും അപ്പാർട്ട്മെൻറ്റ്സും ഒക്കെയാണ് കേട്ടോ. അവിടെയും വലിയൊരു ഫ്ലാറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് നിൽക്കുമ്പോഴത്തേക്കാണ് നല്ല ഭംഗി, മൊത്തം ലൈറ്റ്സ് ഒക്കെ ആയിരിക്കും, നല്ല രസമാണ്, നല്ല കാറ്റൊക്കെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് കയറി വരാത്തതാണ് നല്ലത്, ഒടുക്കത്തെ ചൂടായിരിക്കും കേട്ടോ. പക്ഷെ രാവിലെയൊക്കെ നല്ല രസമാണ്. അതെന്താ കാക്കയോ പരുന്തോ എന്തോ ഒരു കിളി ദേ പറക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ റെഡി ആയിട്ടുണ്ട്, ഞാനും ഹൈമയും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ എവിടെ പോവാ? നമ്മൾ ചായ കുടിക്കാൻ പോവാണ് അപ്പുറത്തെ ജംഗ്ഷനിൽ ചായ കുടിക്കാൻ പോവുക. അതിനാണ് ഇത്രയും ഗെറ്റപ്പ്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. ബൈ. ഹൈമ പോകുന്നു ഗൈസ്. ഹൈമ ദാ ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇതാ അപ്പുറത്തിറങ്ങാം, നീ ഇപ്പുറത്ത് വാ. അപ്പം ഞങ്ങൾ ഇതാ ഇറങ്ങി നടക്കുന്നു. ഇവിടെയാണ് കേട്ടോ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്, കാണാൻ പറ്റുന്നുണ്ടോ? കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ അയ്യേ അതാണ് ഞാനൊരു ഡെസി ഗേൾ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കുളിച്ചു ഗൈസ്, കുളിച്ചു. അപ്പോൾ നമുക്ക് അയ്യോ വിശന്ന് വയ്യ. ഉച്ചയ്ക്ക് നേരെ ചൊവ്വേ കഴിച്ചോ? അതില്ല, രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് അവിടെ നിന്നാണ് കഴിച്ചത്. പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. നമ്മൾ രാവിലെ കറക്റ്റ് ടൈമിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ വലിയ പണിയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അയ്യോ അപ്പോൾ നമുക്ക് നടന്ന് ഒഴിഞ്ഞു വാവച്ച ഇങ്ങോട്ട്. ചായ അവിടെ ഇരിക്കൊണ്ട് കണ്ടോ, എൻ്റെതായാലും കണ്ടോ. ഭയങ്കര വിശപ്പ്. സൺഡേ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടാ, കൂടുതൽ പേരും അല്ലേ ഫോട്ടോസൊക്കെ എടുക്കാൻ. പഴംപൊരി എങ്ങനെയുണ്ട് ഹൈമേ? നല്ല പഴമുണ്ട്, നല്ല പഴുത്തിലുണ്ടാക്കി. കഴിക്കട്ടെ ഗൈസ്. അടുത്തത് ഇതാ മോദകം. പിന്നെ എല്ലാ സ്ഥലത്തും മോദകം എന്നാ പറയുന്നത്. മോദകം സുഗിയൻ. സുഗിയൻ, അത് മോദകം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. രണ്ടാമത്തെയാണ് അല്ലേ, ആദ്യം പഴംപൊരി, രണ്ടാമത് മോദകം. ഞങ്ങളുടെ പ്രതീക്ഷ ചെയ്യുന്നത്ര വലിയ മധുരമില്ല. ഞങ്ങളവിടെയൊക്കെ നല്ല ശർക്കരയൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ നല്ലതാണത്. ഇതിനത്ര ഇതൊരു മാതിരി അവിലുണ്ടല്ലേ? അവിലുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ മാനവീയത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇരുട്ടി വരികയാണ്. പിന്നെ ഞാൻ എപ്പോഴും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മിക്ക ദിവസവും മാനവീയത്ത് വരും കേട്ടോ, ചായ കുടിക്കാനായിട്ട് വരും, അല്ലെങ്കിൽ കുറച്ച് സമയം ഇവിടെ നിൽക്കാനായിട്ടൊക്കെ വരും. അങ്ങനെ കുറേ സമയം ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു രാമചന്ദ്രനിലേക്ക് പോവാമെന്ന്. അപ്പോൾ ഇതാണ് ആൽത്തറ ജംഗ്ഷൻ, ആൽത്തറ റോഡ് എന്ന് പറയാം. അവിടെ ഒരു അമ്പലം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവുകയാണ് കേട്ടോ. ഒഴിഞ്ഞു വാ. പൂക്കട എനിക്കിവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൂക്കട, പൂവിൻ്റെ സ്മെല്ല്, അത് ആ അമ്പലത്തിൻ്റെ ആ ഒരു ഇതിലേക്കൂടെ നടക്കട. അമ്പലത്തിൻ്റെയും പൂവിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആൾക്കാർ ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ സത്യം പറഞ്ഞു എന്തുവാണ്, അതായത് സത്യം പറഞ്ഞാൽ ഇന്ന് ആറ്റുകാൽ അമ്പലത്തിൽ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതേ ഇല്ല. ഞാൻ വിചാരിച്ചു രാവിലെ പാക്ക് ചെയ്യാനൊക്കെ ഉള്ള തിരക്കായിരിക്കും വിചാരിച്ചത്. പക്ഷേ പാവം വന്നു. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു രാവിലെ ഇവിടുത്തെ ആൾക്കാരെങ്കിലും വരാമെന്ന് വെച്ചു. പക്ഷേ അത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പോകാൻ പറ്റി. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റണമെന്നില്ലല്ലോ അല്ലേ? അത് ഒരു കാര്യമാണല്ലോ. പിന്നെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ വരികയാണ്. പൊങ്കാല ഇടണമെന്നുണ്ട്, നടക്കുന്നുണ്ട് ദൈവമേ. ഞങ്ങളിപ്പോൾ രാമചന്ദ്രനിലേക്ക് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? തനിക്ക് തണ്ണിമത്തം മേടിക്കാനില്ലേ? തണ്ണിമത്തം മേടിക്കാൻ, തണ്ണിമത്തം ക്രേവിങ്സ്. എടാ ദാണ്ട് ജസ്റ്റ് പറഞ്ഞ ഹോസ്റ്റൽ ഇങ്ങോട്ടാണേ.
പക്ഷെ അത് ആരും ഇല്ലാത്ത വഴിയാണെന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചുതരാം. അയ്യോ വേണ്ട, പേടിയാ. അല്ല, അങ്ങോട്ട് ആൾക്കാരുണ്ടെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലം. എനിക്ക് പിന്നെ അവിടുന്ന് ജോലിക്കൊക്കെ പോയിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ ദൂരമല്ലേ. അയ്യോ അയ്യോ, ഈ 2 പാട്ട് പിടിച്ചായ. അങ്ങനെ ഞങ്ങൾ ഇതാ സൂപ്പർ മാർക്കറ്റിലെത്തി. ഇവിടെ കുറേ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ ഇരിക്കുകയാണ്. ഞങ്ങൾ വെറുതെ കണ്ടിട്ടങ്ങ് വിരുവിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതാ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ നോക്കാമെന്ന് വെച്ചാൽ പിന്നെ ഇതാ ഈ ഒരു വീഡിയോ ഫെബ്രുവരിയിലുള്ള വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ മുമ്പേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏപ്രിലിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ. ഡേ ഇൻ മൈ ലൈഫിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. പിന്നെ വലിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എഡിറ്റിംഗ് അടിപൊളിയാണ് കേട്ടോ. കുറേ ഐറ്റംസ്, മേക്കപ്പ് സാധനങ്ങളും പിന്നെ ജ്വല്ലറി ഐറ്റംസ്, പിന്നെ ഇതാ ക്ലിപ്പ് ബൺ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്. ഇതാ കുറേ ബൺസ്, കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്. നല്ല രസമുണ്ട്. കൊള്ളാല്ലേ, ബ്ലൂ കളർ. അയ്യോ നമ്മളൊന്നും എന്തുവാടിയോ, എനിക്ക് വയ്യേ വയ്യേ വയ്യേ. കുപ്പിവളയോടൊരു പ്രേമല്ലേ. നിങ്ങൾക്ക് കുപ്പിവളയൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. ഗ്രീൻ ഉണ്ട്. നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം എന്താ മാനവീയത്ത് വന്നിരിക്കുകയാണ്. രാമചന്ദ്രനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ശ്രീയെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പോവല്ലേ, അപ്പോൾ പിന്നെ അവസാനം കാണാമെന്ന് വെച്ചു. അപ്പോൾ ഞാനും ദാ ഹൈമയും തളർന്നു. കാരണം അവിടെ ഹൈമ സാധനമൊക്കെ മേടിക്കാനായിട്ട് ക്യൂവിലൊക്കെ നിന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ നിന്നു. ഞാനൊക്കെ മേടിച്ചില്ല. അങ്ങനെ പറയൂ, എന്താണ്? അങ്ങനെ നാളെ നാളെ രാവിലെ ശ്രീ പോവാണ് ഗൈസ്. നാളെ പോവാണ് ഹൈവേ ശ്രീ. സമാധാനിക്കൂ ചേച്ചി, സമാധാനിക്കൂ. അതെ, സമാധാനം. അയ്യോ അല്ല, ശ്രീയെ കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ. എന്നുവെച്ചാൽ അയ്യോ അതെങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. എന്തോ ഭയങ്കര ഒരു വിഷമം. ഞങ്ങളങ്ങനെ ശ്രീയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പാട്ടൊക്കെ മുഴക്കമാണല്ലോ. ഇല്ലേ, തലറങ്ങി വീഴോ? തലറങ്ങിയൊന്നും വീഴത്തില്ല. അത് നമ്മളെന്താണെന്നറിയോ, നമ്മളിങ്ങനെ കരഞ്ഞിങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരാളെ ഇങ്ങനെ അല്ലേ, അതല്ലേ ഇവിടെ നല്ലത്. നമ്മൾ കിടന്ന് കരഞ്ഞ് വിഷമിച്ചൊക്കെ ഒരാളെ യാത്രയാക്കുന്നതിനേക്കാളും സന്തോഷത്തോടെ യാത്രയാക്കണ്ടേ. എല്ലാവരും സങ്കടത്തോടെ ഇങ്ങനെ വിഷമം ഉണ്ടാവും. ഇപ്പം ഞാൻ ഇങ്ങനെ പറയണമെങ്കിലും ശ്രീ പോകുമ്പോൾ എനിക്ക് സങ്കടം വരും. പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞൊക്കെ ഒരാളെ ഇങ്ങനെ യാത്ര അയക്കുമ്പം അവരാണെങ്കിലും കുറച്ച് ശ്രീക്ക് ഇവിടെ നിൽക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് വിഷമിക്കത്തില്ലേ. അപ്പം നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് പോയിട്ട് വാ, പെട്ടെന്ന് വരുമല്ലോ അല്ലേ. ഇനി 1 വർഷവും കൂടെ ഉള്ളൂ. 1 വർഷം കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണമാണ് കേട്ടോ. അതിൻ്റെ സന്തോഷം. 1 വർഷവും കൂടെ അല്ലേ ഉള്ളൂ. ഈ ഒരു 9 വർഷമൊക്കെ എങ്ങനെ പോയി എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ 1 വർഷം പെട്ടെന്ന് പോകും. കണ്ടോ ഗൈസ്, കേക്ക് ഒരു ചേട്ടനാണോ എൻ്റെ അനിയനാണോ എന്ന് അറിഞ്ഞൂടാ. മഹേഷ് എന്നാണ് പേര്. കേക്ക് മുറിച്ചിട്ട് കൊണ്ടുവന്നു. ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. ആദ്യം പേടിച്ചു പോയി കേട്ടാ. നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടു തന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് കഴിച്ച്. ഞങ്ങൾക്കും ആരെങ്കിലും ഒക്കെ വല്ലതും കൊണ്ടുവന്ന് തരുന്നുണ്ടല്ലോ.
നന്നായിരിക്കട്ടെ അല്ലേ. അങ്ങനെ പിന്നെ ശ്രീ വന്നു. ശ്രീ ആണെങ്കിൽ ഫോൺ കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ പോകുന്നതിൻ്റെ ടെൻഷനിലായിരുന്നു കേട്ടോ. എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. നാളെ പോവുകയാണല്ലോ, ഇന്നും കൂടി അല്ലേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ എന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ വെച്ച് വീഡിയോ അങ്ങ് നിർത്തുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ.